കഴിയുന്നത്രയും കാണാറുണ്ട്. തേടിപ്പോയി കണ്ടിരുന്നൊരു കാലഘട്ടം കോളേജ് കാലഘട്ടമായിരുന്നു. വേറെ പണിയൊന്നുമില്ലാതെ ലാപ്പിലിരുന്ന് സിനിമ കാണുന്നൊരു കാലഘട്ടം. അന്ന് ഷോർട്ട് ഫിലിം മേക്കിംഗ് ഒക്കെ ആയിരുന്നു. ഞാൻ കാണാറുള്ളത് മലയാള സിനിമകൾ കാണാറുണ്ട്. ബോളിവുഡ് ഞാൻ അത്ര ഫോളോ ചെയ്യാറില്ല. തമിഴ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമുള്ളൊരു ലാംഗ്വേജാണ്. തമിഴിലിപ്പോൾ ഒരുപാട് ഇന്നോവേഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ ഫോറിൻ ലാംഗ്വേജ് സിനിമകളിൽ ഒബ്വിയസ്ലി ഹോളിവുഡ് സിനിമകൾ നമുക്ക് എല്ലായിടത്തും റീച്ച് ഉണ്ട്, കാണാറുണ്ട്. പിന്നെ അത്യാവശ്യം ചില എന്താ പറയുക ലോക സിനിമകൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന കൊറിയൻ ഓർ എന്താ ഇപ്പം സ്കോട്ടിഷ് അങ്ങനത്തെ കുറച്ച് പടങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഒരു ഭയങ്കര നമ്മൾ ആർട്ടിസ്റ്റിക് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അത്തരം ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ബോർഡറും കാറ്റഗറൈസേഷനും ഇപ്പോൾ കുറവാണ്. സിനിമയെ ഇപ്പം ഓസ്കർ ഇതിലൊക്കെ നോക്കുകയാണെങ്കിലും നമ്മൾ സോ കോൾഡ് ഭയങ്കര ആൾക്കാരെ ബോറടിപ്പിക്കുന്ന സിനിമകൾക്കൊന്നും അല്ല ഇപ്പോൾ അവാർഡുകളൊന്നും കൊടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സിനിമയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ആസ്വാദനമാണ്. ഏതെങ്കിലും രീതിയിൽ ആ സിനിമയ്ക്ക് നമ്മളെ ഇമോഷണലി സ്പർശിക്കാൻ സാധിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ഗ്രേറ്റ് തിങ് ദാറ്റ് മൂവി ക്യാൻ ഡു ടു യു എന്നുള്ളതാണ്. അപ്പം എന്നെ ചിരിപ്പിക്കുന്ന, എന്നെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്നെ കരയിപ്പിക്കുന്ന എല്ലാ സിനിമകളും എനിക്കിഷ്ടമാണ്. തീർച്ചയായിട്ടും അത് ഏത് തരത്തിലുള്ള തമാശയായാലും ഏത് തരത്തിലുള്ള ഇതായാലും എന്നെ ഇമോഷണലി അത് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. മീഡിയ എന്ന് പറയുന്നത് സെൻസേഷനാണ്. അപ്പം ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഒരു ടേം സെൻസേഷണലായ ഒരു ടേമാണ്. സിനിമയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒബ്സർവേഷനിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ടെക്നോളജി ഇപ്പം ഈസിലി ആക്സസിബിളാണ്. എല്ലാവർക്കും ടെക്നോളജി എല്ലായിടത്തും കിട്ടും. അതായത് ഇപ്പം ക്യാമറ എല്ലാവരുടെ കയ്യിലുണ്ട്, എഡിറ്റിംഗ് ആൾക്കാർക്ക് അറിയാം. അപ്പോൾ സിനിമയുടെ ഒരു സാങ്കേതിക വശം ജനം അറിഞ്ഞു, പ്രേക്ഷകരറിഞ്ഞു. അപ്പം നമ്മൾ അത്തരം കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായി. ഇപ്പം ഷോർട്ട് വൈസ് ആയാലും കളറിങ് വൈസ് ആയാലും എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ വരുമ്പോഴേ ആൾക്കാർ അല്ലാതെ അങ്ങനെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ള തരത്തിലെത്തി. അപ്പോൾ ആ മാറ്റം അനിവാര്യമായിരുന്നു, നല്ലതാണ്. പിന്നെ ആശയപരമായിട്ടുള്ള മാറ്റം അത് എനിക്ക് തോന്നുന്നു പേഴ്സണലാണ്. ഓരോ ഡയറക്ടറിൻ്റെ അത് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സെൻസർ ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ലൈവായിട്ട് പറയുന്നു അല്ലെങ്കിൽ എന്താ പറയുക കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് സംസാരിക്കുന്നു എന്നൊക്കെ ഉള്ളത് അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സിൻ്റെ ഇടയിലും എല്ലാവർക്കും കേൾക്കാൻ പറ്റിയ കഥകൾ പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കാണാൻ താല്പര്യമുള്ളത് നമ്മൾ കാണുക, കാണണ്ടാത്തത് കാണാതിരിക്കുക. കാരണം സിനിമ ഫോഴ്സ് ഫീഡിങ് അല്ല, അതൊരു മീഡിയം ഓഫ് എക്സ്പ്രഷനാണ്. ആർക്ക് വേണമെങ്കിലും കാണാം. പറയേണ്ടവർ അവർക്ക് പറയാനുള്ളത് പറയട്ടെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഒരുപാട് ന്യൂ ജനറേഷൻ സിനിമകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞ പോലെ ദൃശ്യവും സപ്തമശ്രീയും വെള്ളിമൂങ്ങിയും പോലുള്ള ഗ്രാമീണ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ മലയാള തനിമയുള്ള സിനിമകളാണ് വലിയ ഹിറ്റുകളായി മാറുന്നത്. അത് തീർച്ചയായിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു യൂത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സിറ്റിയിൽ ജീവിക്കുന്നത്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 10% ആൾക്കാരെങ്കിലും തിയേറ്ററിൽ പോയി സിനിമ കാണുന്നവരുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ എന്താ പറയുക നമ്മുടെ നൊസ്റ്റാൾജിയയിലേക്കും നമുക്ക് കാണാൻ ഇഷ്ടമുള്ള വിഷ്വലിലേക്കും പറ്റിയ സിനിമകൾ വരുമ്പോഴാണ് ഒരു ബഹുഭൂരിപക്ഷം ഈ പറയുന്ന പലപ്പോഴും സിനിമ കാണാത്തവർ പോലും സിനിമ കയറി കാണുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ അത്തരം ഫിനോമിനൽ സിനിമകളായിരുന്നു ഈ പറഞ്ഞ ദൃശ്യമൊക്കെ. അപ്പോൾ മാറ്റങ്ങൾ പതുക്കെ സംഭവിക്കുള്ളൂ. എനിക്ക് പറയുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ സിനിമയിലിപ്പം ഇല്ലാതാകുന്ന കഥ മുത്തശ്ശന്മാർ അങ്ങനെയൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് സിനിമയിൽ നിന്ന് ഇല്ലാതാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ എന്താ പറയുക നമ്മൾ ഇപ്പോഴും പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ അത്തരം ഇപ്പം ഒരുപക്ഷെ ആ ജനം കാണാൻ ആഗ്രഹിക്കുന്നത് അതാണെങ്കിൽ അതും നമ്മൾ കൊടുക്കണം ഇടയ്ക്ക്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മൾട്ടി ലീനിയർ കഥകൾ, ഒരു റൂമിൽ സംഭവിക്കുന്ന കഥകൾ, അത് മാത്രം ചെയ്യാതെ എന്താ പറയുക നമ്മുടെ ഗ്രാമങ്ങളിലേക്കും നമ്മുടെ ഒരു ടെറൈനും നമ്മുടെ നാടിനെ നമ്മളാണല്ലോ കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ ഉണ്ടാവുക തന്നെ വേണം. തമാശയും നെഗറ്റീവ് വേഷങ്ങളുമാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാമെന്നൊക്കെ. ഹ്യൂമറിൻ്റെ ഒരു ഏറ്റവും മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ടൈമിംഗ് ആണ്. ഈ ടൈമിങ്ങിന് ആൾക്കാർക്ക് ചിരി വരണം എന്നാൽ. അപ്പോൾ വില്ലൻ ക്യാരക്ടർ ചേഞ്ച് ഓവർ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ എന്താ പറയുക ജയസൂര്യ യൂബിൻ്റെ പുസ്തകത്തിലൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഓവർ ആയിരുന്നു ആ ഒരു വില്ലൻ ക്യാരക്ടർ. അപ്പോൾ അത്തരം
ചേഞ്ച് ഓവറുകൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പിന്നെ വില്ലൻ വേഷങ്ങൾ എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടർ, ആൻറ്റി ഹീറോ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ്, അല്ലെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് പീക്ക് സാധനങ്ങളും എക്സെൻട്രിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ വില്ലൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ക്യൂട്ട് ആൻഡ് ലവബിൾ ആയിട്ടുള്ളൊരു ഹീറോയേക്കാൾ കുറേ കൂടെ പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് വരുന്ന ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ എന്നെ എന്ന് എക്സൈറ്റ് ചെയ്തിട്ടുള്ളത് ക്യാരക്ടറിൻ്റെ ഒരു ഡ്യൂറേഷനേക്കാൾ, അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ ഒരു എത്ര നേരം നമ്മൾ സ്ക്രീനിൽ ഉണ്ടാകുന്നു എന്നുള്ളതിനേക്കാൾ ഉള്ള സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു പ്രസൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരം വേഷങ്ങൾ എന്ത് കിട്ടിയാലും എനിക്ക് ചെയ്യാൻ താല്പര്യമാണ്. നായിക എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാൽ തന്നെ ഒരുപാട് അതിൻ്റെ ഒരു വളർച്ചയിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം രേഖ, ശ്രീദേവി, ഹേമ മാലിനി, അത് മലയാളത്തിലായാലും ശാരദ, ഭയങ്കര സ്ട്രോങ് ഹീറോയിൻസ് ആയിരുന്നു. പിന്നെ ഇപ്പം ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമകൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. ഇടയിൽ 22FK പോലെ കുറച്ച് സിനിമകളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും മലയാളികൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് നടികളൊക്കെ ഉണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ഓഫ് എന്താ പറയുക, പരീക്ഷണങ്ങൾ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമകൾ ഉണ്ടാവുക, നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുക, അവരെ അങ്ങനെ ഉണ്ടായിക്കഴിയുമ്പോൾ ആൾക്കാർ നെഞ്ചിലേറ്റ് തന്നെ ചെയ്യും. പിന്നെ അവർക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് കൊടുക്കാൻ ഓരോ ഈ പറഞ്ഞ പോലെ പേഴ്സണലായിട്ടുള്ള ഡയറക്ടർമാരുടെ തീരുമാനങ്ങളാണ്.